ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NUSERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. തീർച്ചയായും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ചാണ്. നാടറിയാം എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. മണ്ണിനെ കുറിച്ച് നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി ആണ് അല്ലേ. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അത് നമുക്ക് എങ്ങനെ ഓർക്കാം? നമ്മൾ ചെറുപ്പത്തിൽ, ഞാൻ എല്ലാ ക്ലാസ്സിലും കോഡുകൾ പറഞ്ഞു തരാറുണ്ട്. ഈ കോഡ് എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ ചെറുപ്പത്തിൽ മണ്ണിലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താലോചിക്കും? അമ്മയുടെ മുമ്പിൽ എങ്ങാനും പോയി പെടുമോ എന്നാലോചിക്കും. അമ്മ എന്താണ് മണ്ണിൽ കളിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ എന്താലോചിക്കണം? മണ്ണിൽ കളിച്ചാൽ ഒന്നല്ലെങ്കിൽ അമ്മയുടെ മുമ്പിൽ പോയി പെടുമോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മണ്ണിൽ കളിച്ചാൽ നല്ല പെട കിട്ടും എന്നാലോചിച്ചാൽ എന്ത് കിട്ടും? പെഡോളജി. മണ്ണിൽ കളിച്ചാൽ എന്ത് കിട്ടും? നല്ല പെട കിട്ടും. ഓക്കെ, മണ്ണിൽ കളിച്ചാൽ അമ്മയുടെ അടുത്ത് നിന്ന് നല്ല പെട കിട്ടും. അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പെട കിട്ടും, പെഡോളജി. ഓക്കെ, അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ കിട്ടുവേ. മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി എന്നാണ്. ഇനി ഒരെണ്ണം കൂടെ പഠിച്ചോ. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. മണ്ണ് രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ് ജനിക്കുക. മണ്ണ് രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ മണ്ണ് ജനിക്കുകയാണ്. നമുക്കറിയാം മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. അപ്പൊ മണ്ണ് ജനിക്കുക, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താണ്? പെഡോജെനിസിസ്. ജനിക്കുക എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ, മണ്ണ് ജനിക്കുക എന്നാലോചിച്ചാൽ കിട്ടും പെഡോജെനിസിസ്. ഓക്കെ, പെഡോജെനിസിസ് എന്നാണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. അപ്പൊ 2 ദിവസത്തിന് എങ്ങനെ പഠിക്കാം? മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആലോചിക്കുക, ചെറുപ്പത്തിൽ നമ്മൾ മണ്ണിലൊക്കെ കളിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും. ഓക്കെ, അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? മണ്ണ് ജനിക്കുകയാണ് എന്നാലോചിക്കുക. രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ മണ്ണ് ജനിക്കുക. അപ്പൊ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണെന്ന് അറിയാം. അപ്പൊ പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. ഓക്കെ, അപ്പൊ അത് രണ്ടും കിട്ടി. പിന്നെ മണ്ണുമായി ബന്ധപ്പെട്ട എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് മണ്ണ് വർഷം. എപ്പോഴാണ്? 2015 മണ്ണ് വർഷം. ഓക്കെ, എപ്പോഴാണ്? 2015 മണ്ണ് വർഷം. മണ്ണ് വർഷം ചോദിച്ചാൽ 2015. മണ്ണ് ദിനം ചോദിച്ചാൽ എപ്പോഴാണ്? ഡിസംബർ 5 കേട്ടോ. ഡിസംബർ 5 മണ്ണ് ദിനം. ഓക്കെ, മണ്ണ് ദിനം December 5. മണ്ണ് വർഷം 2015 2015 മണ്ണ് വർഷമാണ്. എപ്പോഴും ചോദ്യം വരാറുണ്ട് അന്താരാഷ്ട്ര മണ്ണ് വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 2015 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിനു കാരണമായ പ്രധാന ഘടകമാണ് മണ്ണ്. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയാൽ മതി. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകം എന്താണ്? മണ്ണ്. പ്രധാന ഒരു ഘടകമാണ്. പ്രധാന ഘടകം മണ്ണാണെന്നല്ല, പ്രധാന ഒരു ഘടകമാണ് മണ്ണ്. മണ്ണിനെ കുറിച്ച് ഇത് പഠിക്കണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചിട്ട് തന്നെ പോകണം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാലും മതി. അപ്പൊ ഇത് പഠിച്ചിട്ട് പോകണം. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയും, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പെഡോജെനിസിസും, മണ്ണ് വർഷം 2015, മണ്ണ് ദിനം December 5. പാറ പൊടിഞ്ഞത് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഇതും ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഓക്കെ, പാറ പൊടിഞ്ഞത് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. പാറ പൊടിഞ്ഞത് മണ്ണാവാൻ 2 മിനിറ്റ് കൊണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, പാറ പൊടിഞ്ഞത് മണ്ണാവാൻ അത് ദീർഘകാലം സമയമെടുക്കും. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോകാനുള്ളതേ ഉള്ളൂ. ഇതൊന്നും കാണാതെ പഠിക്കണ്ട. പക്ഷെ ഇതെന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. പഠിക്കേണ്ടത് ഞാൻ ഇവിടുന്ന് തന്നെ പറഞ്ഞു തരാം, ഇവിടുന്ന് തന്നെ പഠിപ്പിച്ചും വിടാം. അപ്പൊ അത് അതുപോലെ പഠിച്ചു പോവാ. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ, ഞാൻ 3ാമതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂടെ നിങ്ങളും റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭൂപ്രകൃതി, മാതൃശില, കാലാവസ്ഥ, കാലപ്പഴക്കം, സസ്യങ്ങളും ജന്തുക്കളും. ഇതൊക്കെ എന്താണ്? മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതും നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി പോകാൻ പറ്റും. എന്തൊക്കെയാണ്? ഭൂപ്രകൃതി, മാതൃശില, കാലാവസ്ഥ, ഇതൊക്കെ. പിന്നെ കാലപ്പഴക്കം, അതുപോലെ തന്നെ സസ്യങ്ങളും ജന്തുക്കളും. ഇതൊക്കെ മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ,
ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എത്ര 1000-ലധികം വർഷങ്ങൾ വേണമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ ഒന്നും 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടില്ല. അത് രൂപപ്പെട്ട് കിട്ടണമെങ്കിൽ 1000-ലധികം വർഷങ്ങൾ എടുക്കും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ് അല്ലെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ അല്ലെ. ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ചെമ്മണ്ണ്, എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ അല്ലെ, അല്ലൂവിയൽ സോയിൽ. പിന്നെ വനമണ്ണ്, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ്, ഓണാട്ടുകര മണ്ണ്, ഇതൊക്കെയാണ് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനങ്ങൾ. ഇതിൽ ഓരോ മണ്ണിനെ കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സും നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. ആദ്യം ചെങ്കൽ മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്. ചിലപ്പോൾ ഓപ്ഷനിൽ ലാറ്ററൈറ്റ് മണ്ണ് എന്ന് മാത്രം ഉണ്ടാവുക, ചെങ്കൽ മണ്ണ് എന്ന് ചിലപ്പോൾ കൊടുക്കാറില്ല. അപ്പൊ പഠിച്ചിട്ട് പോവുക, ലാറ്ററൈറ്റ് മണ്ണും ചെങ്കൽ മണ്ണും ഒന്നാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്. ഈ ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ ചോദിക്കാറുണ്ട്. ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ സിമ്പിൾ ആണ്. ലാറ്ററൈറ്റ് മണ്ണാണ് ചെങ്കൽ മണ്ണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ലാറ്ററൈസേഷൻ. സിമ്പിൾ അല്ലേ, ലാറ്ററൈസേഷൻ. അപ്പൊ ലാറ്ററൈറ്റ് മണ്ണ് എന്താണ്? ചെങ്കൽ മണ്ണാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെങ്കൽ മണ്ണാണ്. ഓക്കെ. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവക്ക് അനുയോജ്യം. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സാധനങ്ങളൊക്കെയാണ് ഇത്. നോക്ക്, തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? ചെങ്കൽ മണ്ണ്. ഒന്ന് നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുവേ. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവക്കൊക്കെ അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? ചെങ്കൽ മണ്ണ്. ഓക്കെ. നനയുമ്പോൾ പശിമയും വെയിലേൽക്കുമ്പോൾ കാഠിന്യവും പ്രകടമാക്കുന്ന ഈ മണ്ണിന് അമ്ലഗുണം കൂടുതലാണ്. അതായത് നനയുമ്പോൾ മൃദുവാവും, എന്നാൽ വെയിലേൽക്കുമ്പോൾ എന്താവും? കട്ടിയാവും ചെയ്യുന്ന മണ്ണിനമാണ് അല്ലേ? നമുക്കറിയാം, നമ്മുടെ മണ്ണ് അങ്ങനെയല്ലേ. ഓക്കെ. അപ്പോൾ നനയുമ്പോൾ പശിമയും, നനയുമ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ കുതിർന്ന്, അതായത് നല്ല സോഫ്റ്റ് ആവും. ഓക്കെ. നനയുമ്പോൾ മൃദുവാവുകയും എന്നാൽ വെയിലേൽക്കുമ്പോൾ നല്ല കട്ടിയാവും ചെയ്യുന്ന മണ്ണിനമാണ് ഏത്? നമ്മുടെ ചെങ്കൽ മണ്ണ്. ഓക്കെ, അഥവാ ലാറ്ററൈറ്റ് സോയിൽ. അപ്പൊ അത്ര കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു വെക്കുക. ഒന്ന് പ്രധാനമായിട്ടും എന്താണ് പഠിക്കേണ്ടത്? ഒന്ന്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്നാവും ചോദ്യം വരിക. അതാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. പിന്നെ ഈ ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താണ്? ലാറ്ററൈസേഷൻ. അമ്ലഗുണം എന്താണ്? കൂടുതലാണ് അല്ലെ. ചെങ്കൽ മണ്ണിന് അമ്ലഗുണം കൂടുതലാണ്. പഠിച്ചു വെക്കുക. അതായത് വെയിലേൽക്കുമ്പോൾ അത് എന്താവും? കട്ടിയാവും. മഴ കൊണ്ട് എന്താവും? അത് മൃദുവാവും. ഓക്കെ. അടുത്തത് ചെമ്മണ്ണ്. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു. ഇരുമ്പിന്റെ അംശം, അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. എപ്പോഴും ചോദ്യം വരുന്ന ഒരു സാധനം, പഠിച്ചു വെച്ചോട്ടോ. ഈ ചെമ്മണ്ണാണ് ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. അതും പഠിച്ചു വെച്ചോ. ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെമ്മണ്ണാണ് കേട്ടോ. ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഈ ചെമ്മണ്ണിന് ചുവപ്പ് നിറം അല്ലെ. ചെമ്മണ്ണ് ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവും അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ഓക്കെ. അപ്പൊ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ, ഇരുമ്പ്, അയൺ ഓക്സൈഡ്, ഓക്കെ, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു. കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. തിരുവനന്തപുരം, നെയ്യാറ്റിൻകരയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? ഈ ചെമ്മണ്ണ്. ഓക്കെ. നെയ്യാറ്റിൻകരയിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണ് ചെമ്മണ്ണ്. ഇത് പഠിച്ചിട്ട് പോയിക്കോട്ടോ. ഓക്കെ. നെയ്യാറ്റിൻകര, ഈ സ്ഥലം ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. കേരളത്തിൽ ചെമ്മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ നെയ്യാറ്റിൻകര കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് കറുത്ത മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാട് ചിറ്റൂരാണ് കേട്ടോ. കറുത്ത മണ്ണ് അത് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇതും പഠിച്ചിട്ട് പോയിക്കോ. ഇപ്പൊ ന്യൂഎസ്സിആർടിയിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഇതിനി ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ എന്താണ്? ചുവപ്പ് നിറം കൂടുതലാണ്. ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. രണ്ടും മാറിപ്പോരുത്. ചെങ്കൽ മണ്ണ് വേറെയാണ്, ചെമ്മണ്ണ് വേറെയാണ്. ചെമ്മണ്ണ് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മണ്ണാണ്. ചെങ്കൽ മണ്ണ് സാധാരണ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന സാധാ ഒരു മണ്ണിനാണ്. ഓക്കെ. കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് നെയ്യാറ്റിൻകര. സ്ഥലം ഒന്ന് പഠിച്ചു വെച്ചു. ഓക്കെ.
അടുത്തത് എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് എന്താണ്? അല്ലൂവിയൽ സോയിൽ. എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ. അല്ലു നെല്ലു. ഓക്കെ, അല്ലു നെല്ലു ഇങ്ങനെ പഠിച്ചു വെച്ചോ. അല്ലു നെല്ലു. എന്തിനാ അങ്ങനെ പഠിച്ച്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ, ഇത് കണ്ടോ, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ചോദ്യം വരാറുണ്ട്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. ചെങ്കൽ മണ്ണല്ല, ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ, എക്കൽ മണ്ണാണ് കേട്ടോ. അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് ഏത്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. അപ്പൊ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. ഓക്കെ, ചെങ്കൽ മണ്ണിന്റെ ഇംഗ്ലീഷ് എന്താണ്? ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, ഫലപുഷ്ടി കൂടുതലുള്ള എക്കൽ മണ്ണിൽ നെല്ല്, വാഴ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുന്നു. ഇതിനെന്താണ്? ഫലപുഷ്ടി നല്ല കൂടുതലാണ് കേട്ടോ. ഫലപുഷ്ടി നല്ല കൂടിയ ഒരു മണ്ണിനമാണ് ഏത്? നമ്മുടെ എക്കൽ മണ്ണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം എക്കൽ അടിയുന്നതിനാൽ വളക്കൂറ് കൂടുതലാണ്. വളക്കൂറ് കൂടുതലുള്ള ഒരു മണ്ണിനമാണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം എക്കൽ അടിയുന്നതിനാൽ വളക്കൂറ് കൂടുതലാണ്. അതും പഠിച്ചു വെക്കുക. പ്രധാനമായിട്ടും എന്തറിയണം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്നും ചോദ്യം വരും. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതെന്നും ചോദ്യം വരും. ഓക്കെ, നെല്ല് വർഷം ചോദിക്കാറുണ്ട് കേട്ടോ. നെല്ല് വർഷം 2004 നമ്മൾ വർഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 4 നെല്ല് കണക്ട് ചെയ്യാൻ പറ്റും. 4 നെല്ല്. അതുപോലെ തന്നെ അല്ലൂവിയൽ സോയിലാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്. ഇനി വനമണ്ണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% കാണപ്പെടുന്ന മണ്ണ്. ഓക്കെ, 25% ഏതാണ്? വനമണ്ണാണ്. വനമണ്ണാണ് കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25%. ഓക്കെ, നമ്മൾ കേരള ഭൂപ്രകൃതിയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? 48% മലനാട്, 42% ഇടനാട്, പിന്നെ 10% തീരപ്രദേശം. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാണ്? മലനാടാണ്. അപ്പൊ വനമണ്ണ് കൂടുതലായിട്ട് കാണപ്പെടും. വനമണ്ണ് അഥവാ പർവ്വത മണ്ണ് എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, വനമണ്ണ്. അപ്പൊ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് വനമണ്ണാണ് കേട്ടോ. വനമണ്ണ്. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ജൈവാംശം നല്ല കൂടുതലുള്ള മണ്ണിനമാണ് ഈ വനമണ്ണ്. ജൈവാംശം കൂടിയ, ഇതിനെപ്പറ്റി സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരുമ്പോൾ പഠിച്ചു വെക്കുക. ജൈവാംശം കൂടിയ ഒരു മണ്ണിനമാണ് ഏത്? അത് പർവ്വത മണ്ണ് അഥവാ വനമണ്ണ്. രണ്ടും ചിലപ്പോൾ തരും കേട്ടോ. ഏതെങ്കിലും ഒന്ന് തരും. വനമണ്ണ് അഥവാ പർവ്വത മണ്ണ്. ഓക്കെ, അപ്പൊ ജൈവാംശം കൂടുതലുള്ള മണ്ണിനമാണ് ഏത്? പർവ്വത മണ്ണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനത്തിൽ ചോദ്യം വരും? ശതമാനം ഇതുപോലെ തന്നെ SCERT കൊടുത്തതുകൊണ്ട് ചോദ്യം വരും. 25% കാണപ്പെടുന്ന മണ്ണിനം. ഓക്കെ, ഇനി കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. ഇതിന്റെ ചോദ്യം വരാറുണ്ട്. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ്? റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനം. അപ്പോൾ കേരളത്തിൽ കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് എവിടെയെന്നാണ് ചോദ്യം വരാറുള്ളത്. എവിടെയാണ്? ചിറ്റൂരാണ് കേട്ടോ. പാലക്കാട് ചിറ്റൂരാണ് കേരളത്തിൽ കൂടുതലായും കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഈ ഡക്കാൻ പീഠഭൂമിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. അതും പഠിച്ചു വെച്ചോ. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ്. അപ്പോൾ ചോദ്യം എങ്ങനെ വരാറുള്ളത്? ഈ സാധനം ചോദിക്കും. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണെന്നാണ് എപ്പോഴും ചോദ്യം വരാറുള്ളത്. ഓക്കെ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഈ പരുത്തി എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് കേട്ടോ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. അപ്പൊ പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. ഇത് ചോദ്യം വരെ. ഓക്കെ, ഈ സാധനങ്ങൾ ചോദ്യം വരും. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. നെൽകൃഷിക്ക് ഏതാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് അല്ലൂവിയൽ സോയിലാണ് കേട്ടോ. അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. ഓക്കെ, അപ്പൊ പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമായത് ഏതാണ്? കറുത്ത മണ്ണാണ്. എന്താണ് അറിയപ്പെടുന്നത്? റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. പിന്നെയും ചോദ്യം വരും. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ഇനി പീറ്റ് മണ്ണ്. കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് പീറ്റ് മണ്ണാണ് കേട്ടോ. കേരളത്തിൽ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് പീറ്റ് മണ്ണ്. കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് പീറ്റ് മണ്ണ്. കണ്ടൽ ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. ഓക്കെ, അപ്പൊ ഇതും ചോദ്യം വരാറുണ്ട്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? പീറ്റ് മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്?
പീറ്റ് മണ്ണ്. ഓക്കെ, പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായത്. പരുത്തി, കരിമ്പ്, നിലക്കടല ഇതിനൊക്കെ ഏതാണ്? കറുത്ത മണ്ണാണ്. നെൽകൃഷി എപ്പോഴും പഠിച്ചു വെച്ചോ, നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ. അല്ലു നെല്ല് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കണ്ടൽ ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? കേരളത്തിൽ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് പീറ്റ് മണ്ണ്. കേരളത്തിൽ 25% കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? വനമണ്ണ് അഥവാ പർവ്വത മണ്ണ്. അടുത്തത് നോക്കാം, ഓണാട്ടുകര മണ്ണ്. എന്താണ് ഓണാട്ടുകര മണ്ണ്? ചാരനിറത്തിലുള്ളതും ജൈവാംശം കുറഞ്ഞതും ലവണാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് ഏത്? ഓണാട്ടുകര മണ്ണ്. ഓണാട്ടുകര മണ്ണാണ് ചാരനിറത്തിലുള്ളതും ജൈവാംശം കുറഞ്ഞതും ലവണാംശം കൂടിയതും. ജൈവാംശം കുറവാണ് കേട്ടോ, ജൈവാംശം കുറവാണ്. ജൈവാംശം കൂടുതൽ ഏതിന് പഠിക്കണം? അത് വനമണ്ണിനാണ്. ജൈവാംശം കൂടുതലുള്ള ഒരു മണ്ണിനമാണ് വനമണ്ണ്. ഓക്കെ, താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യാം. ഓക്കെ, എന്താണ്? താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യാം. ഓക്കെ, അത് ഓണാട്ടുകര മണ്ണിന്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് നോക്കാം മണ്ണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ. ഒന്ന് വനനശീകരണം, ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കി പോകാനുള്ളതേ ഉള്ളൂ. ഒന്ന് വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അമിത രാസവള കീടനാശിനി പ്രയോഗം. അത് അമിതമായിട്ട് പ്രയോഗിച്ച എന്താണ്? മണ്ണിന് കേടാണ്. ഓക്കെ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്താണ്? മണ്ണിന് കേടാണ്. മണ്ണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അമിത രാസവള കീടനാശിനി പ്രയോഗം, പിന്നെ അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ മണ്ണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ്. ഇനി മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? കണ്ടൽ കാടുകൾ വനനശീകരണം തടയൽ. വനം നശിപ്പിക്കുക പറഞ്ഞാൽ എന്താണ്? മണ്ണിന് ശോഷണത്തിന് കാരണമാവും. വനനശീകരണം തടയുക നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വനനശീകരണം തടയൽ, വിള പരിവൃത്തി, തടയണ നിർമ്മാണം, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, കല്ലുകയ്യാല പറഞ്ഞാൽ എന്താണ്? കല്ലുകൾ അടുക്കി വെച്ച് മതിൽ പോലെയൊക്കെ നിർമ്മിക്കുന്നതാണ് ഈ കല്ലുകയ്യാല. പിന്നെ കയർ ഭൂവസ്ത്രം അല്ലെ, കയർ കൊണ്ട് നിർമ്മിച്ച ഒരു വിരിപ്പാണ്. കയർ കൊണ്ട് അല്ലെ, കയർ കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു മണ്ണിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയൊക്കെ നിർമ്മിക്കുന്ന ഒരു വിരിപ്പാണ് കയർ ഭൂവസ്ത്രം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആ വിരിപ്പിനെയാണ് കയർ ഭൂവസ്ത്രം എന്ന് പറയുന്നത്. കല്ലുകയ്യാല നമുക്ക് കിട്ടും, അതായത് മണ്ണുകൾ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് മതിൽ അല്ലെങ്കിൽ ഒരു അതിര് പോലെയൊക്കെ ഉണ്ടാക്കുന്നതാണ് കല്ലുകയ്യാല. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കണ്ടൽക്കാടുകൾ, വനനശീകരണം തടയൽ, വിള പരിവൃത്തി, തടയണ നിർമ്മാണം, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, കല്ലുകയ്യാല, കയർ ഭൂവസ്ത്രം. ഓക്കെ, ഇത്രയാണ് മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഇതിലധികം ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. നമ്മൾ കാണുന്ന പ്രദേശങ്ങളല്ലേ, അതായത് നമ്മൾ നമ്മുടെ കേരളത്തിന് എപ്പോഴും കാണുന്നതല്ലേ, അതായത് ഇതിൽ മണ്ണിന് എന്തൊക്കെ വേണ്ടി വരും, എന്തൊക്കെ കേടാണ് എന്നൊക്കെ നമുക്ക് ഏകദേശം അറിയുന്നതാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ്. ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, മണ്ണിനെ കുറിച്ചുള്ള പഠനം പഠിക്കണം. പെഡോളജിയാണ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പെഡോജെനിസിസ് ആണ്. ഓക്കെ, 2015 മണ്ണ് വർഷമാണ്. ഡിസംബർ 5 മണ്ണ് ദിനമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. കറുത്ത മണ്ണ്, റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ചിറ്റൂരാണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ചിറ്റൂരാണ്. അത് പഠിച്ചു വെക്കുക. ഓക്കെ, റിഗർ, ചെർണോസം അത് പഠിച്ചു വെക്കണേ. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? എപ്പോഴും ചോദ്യം വരാറുണ്ട്. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണാണ് കേട്ടോ. പരുത്തി കൃഷി, പരുത്തി, കരിമ്പ്, നിലക്കടല ഇതിനൊക്കെ ഏതാണ്? കറുത്ത മണ്ണാണ്. പിന്നെ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏതാണെന്ന് വെച്ചാൽ പീറ്റ് മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? നെൽകൃഷിക്ക് നെല്ല്, അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ്. അപ്പൊ അത്രയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അല്ലേ. പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊണ്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ച് പഠിച്ചു പോവുക. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.